മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. കാരണം ഒരു അമല് ചെയ്യാൻ നമുക്ക് ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെടേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഖുർആനിലോ ഹദീസിലോ മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യാൻ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഉംറ, ഹജ്ജ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റുവിട്ടൽ വലിയന് ബാധ്യതയുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. ശരിയാണ്, പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലുണ്ട്. പക്ഷേ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്വഹാബികളുടെ അമലൊന്നും അവര് മറ്റു സഹാബി മരിച്ചു കഴിഞ്ഞാൽ പോയിട്ട് ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള സ്വതക്കകളും മറ്റുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ ദുആ ധാരാളമായി വർദ്ധിപ്പിക്കാം.